അസ്സലാമലൈക്കും. മുജീബാണ്. ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ് നമ്മൾ ഇതിന്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനോഹരമായ സൗധം ആകാശം മുട്ട ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ പന്നിന്നൂർ ജുമാ മസ്ജിദ് പന്നിന്നൂരായി മാറി. നാട്ടിലെ ചുറ്റുപാട് പൂക്കവും എല്ലാ ഭാഗത്തും ആളുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഹഠാകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർവ്വമത ഐക്യത്തിന്റെ ഒരു സന്ദേശം. പന്നിന്നൂർ പനക്കാട്ട് ശ്രീ ഊറുമ്പ ഭഗവതി ക്ഷേത്രം പുതുക്കിപ്പണിത പന്നിന്നൂർ ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള അമ്പല കമ്മിറ്റി അതിന് ആശംസകൾ അറിയിച്ചുകൊണ്ടതാണ്. പള്ളിയും അമ്പലങ്ങളും എല്ലാം കൈകോർത്ത ഒരു മാതൃകയുടെ ചിഹ്നം. ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു മാറ്റൊലിയാണ്. ബഷീർ എന്തായാലും വലൈക്കും അസ്സലാം. എന്തായാലും അസുഖം തന്നെയല്ലേ? പള്ളി ഉദ്ഘാടനം കാണാൻ വേണ്ടി വന്നതാണ്. പള്ളി കണ്ടില്ലേ? നിസ്കരിച്ചില്ലേ? ഹൈറാവട്ടെ. ഓക്കെ ഓക്കെ. മുജീബിലേക്ക് വരാം. ഇനിയും സെക്രട്ടറി യൂസഫ് ഹാജിക്കാണ് ഇതിന്റെ പിന്നിൽ പ്രവൃത്തി. റഹീം ഹാജിക്കുണ്ട്. നമ്മളെല്ലാ ഹാജിമാരും ഇനി ബാക്കി ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ട് ഒരുപാട്. നമ്മുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. നമ്മൾ പള്ളിയെ ഇങ്ങനെ മനോഹരമാക്കിയാൽ നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാം അല്ലേ? റഫീഖ് സാഹിബ് അതിന്റെ റിസൾട്ട് മാഷാ അല്ലാഹ്. അതിന്റെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും അവർക്കും ആ കുടുംബത്തിനും അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന്റെ ഐശ്വര്യം ഉണ്ടായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവും. രാത്രി ഉറക്കൊന്നുമില്ല. ഇന്നലെ പാതിരാക്ക് വരുമ്പോൾ ഇവരെടുത്തിട്ടുണ്ട്. മുജീബ് രണ്ട് വാക്കുകൾ പറയാണ്. നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടികൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ശുദ്ധീകരിച്ച് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്നും കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പെരുന്നാൾക്കാർക്കെല്ലാം ചായയും കടികളും ജ്യൂസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലാത്ത രീതി ഇന്ന് രാത്രിയും നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ പങ്കെടുക്കും. അതായത് ഇതിൽ മെസ്സേജ് ക്ലീൻ കേരള എന്നുള്ള ഒരു സർക്കാരിന്റെ കൂടെ നിന്നുകൊണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് ഒന്നുമില്ല, ഒരു പൊടി പോലും ഇല്ല ഇവിടെ നിന്ന് കാണാൻ പറ്റും. ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു മാതൃകയാണ്. അപ്പോൾ ഇതൊരു പ്രതിജ്ഞ കൂടിയാണ്. മാലിന്യങ്ങളില്ലാത്ത തീർച്ചയായിട്ടും തീർച്ചയായും വളരെ സന്തോഷം. നമ്മൾ ഇടവലത്തെ പള്ളിയാണ്. മനം കുളിരുന്ന കാഴ്ചയാണ്. ഇവിടെ ഇബാദത്തുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഈ നാടും ചുറ്റുപാടും എല്ലാ വിജയങ്ങളിലെത്തി നമ്മൾ മാതൃകയായി മാറട്ടെ. തീർച്ചയായും താങ്ക് യു വെരി മച്ച്. ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വെൽക്കം. മർഹബാ. രണ്ട് വാക്കുകൾ. സുന്ദരമായ പള്ളി. നല്ല വാക്ക്. നമ്മളെ ഇടവലത്തെ പള്ളിയാണ്. എന്താണ് അഭിപ്രായം ഉസ്താദെ? ഇബാദത്ത് കൊണ്ട് അറിയട്ടെ. ഇതിനെ കുറിച്ചിട്ട് രണ്ട് വാക്കുകൾ നാട്ടുകാരെന്ന നിലയിൽ. ഇന്നലെ കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ തങ്ങൾ വന്നു പോയി. നിങ്ങൾ ഉഷാറായിട്ട് നാട്ടിൽ സമാധാനം ഉണ്ടായിട്ട് എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ആ ഷുഗറും പ്രഷറൊന്നും ആരും നോക്കണ്ട. ഇന്നത്തെ ദിവസവും നല്ല മധുരമുള്ള പായസം കുടിച്ചോളി. സാമൂഹ്യ പ്രവർത്തകരാണ്. നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് ഒരു ആത്മീയ നിർവൃതി ഇന്ന് ഈ പള്ളിയിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലഭിച്ചത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചുവടുവെപ്പിലേക്ക് കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ആഹാരാത്രം പ്രവർത്തിക്കുന്ന ആളാണ്. ഗൾഫിൽ പോയിട്ട് അറിവുകളുടെയും അതുപോലെ തന്നെ പ്രവാസികളുടെയും നാട്ടുകാരുടെയും മറുനാട്ടുകാരുടെയും സംയുക്തമായ അവരെല്ലാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം താങ്കൾക്ക്. അപ്പോൾ ഈ നാട്ടിൽ ഇത്ര മനോഹരമായ ഒരു സൗധം, അതും പിന്നെ ആത്മീയതയുടെ നിർവൃതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന, കാലാകാലങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മസ്ജിദ് ഇന്ന് സ്ഥാപിച്ചു. ആയോജ്യമെന്ന് ജനങ്ങളുടെ നിന്നെല്ലാം ഒരേ ഒരു വാക്കാണ്, റഫീഖ് എന്നുള്ള വാക്കാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൺസൾട്ടിന്റെ ഭാഗമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജനങ്ങളെ അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് തന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ജനങ്ങളുടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയൊരു അനുഗ്രഹമാണ്. അതാണ് പ്രവാചകന്മാർക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് പള്ളി നിർമ്മാണം. അതിലപ്പുറം എനിക്കൊന്നുമില്ല. എന്താണ് പിന്നെ വേണ്ടത്? അൽഹംദുലില്ലാഹ്. ക്ഷേത്രത്തിൽ നിന്ന് ഒരു ആശംസയുടെ ബോർഡ് ഇവിടെ കണ്ടു. മതസൗഹാർദ്ദത്തിന്റെ ഒരു കാര്യം കൂടി അവിടെ പ്രതിഫലിക്കുന്നുണ്ട്.
സാമൂഹ്യ പ്രവർത്തകനാണ്. ചാരിറ്റിയുടെ ഒരു പ്രവർത്തനം ഇതിനു മുമ്പ് ഇവിടെ നടന്നപ്പോൾ ഡ്രഗ്സിനെതിരെയുള്ള ഒരു പ്രോഗ്രാമും അതേപോലെ പഞ്ഞന്നൂർ മഹോത്സവത്തിലും എല്ലാം ജാതിമതഭേദമന്യേ എല്ലാ സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഞാൻ എന്താണ് പ്രചോദനം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി? അൽഹംദുലില്ലാഹ്, ആദ്യമായി സർവ്വസ്തുതിയും അല്ലാഹുവിനാണ്. അള്ളാഹു ഈ പരിശുദ്ധമായ ഭവനം നിർമ്മിക്കാൻ നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ഗൾഫിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായ ഒരു പള്ളി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം. ആ ആഗ്രഹം ഇങ്ങനെ വെച്ച് പുലർത്തി അതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ്വാജിക്കൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ വാട്സാപ്പിലൊക്കെ പോയി അങ്ങനെ ഒരു അറബി സഹോദരൻ ഷംസുഖാൻ്റെ കെയറോഫിൽ വന്നു. അതിൽ നിന്ന് തുടങ്ങി. പക്ഷേ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് ഇവിടെ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്നത്. അപ്പോൾ ദുരന്തങ്ങളൊന്നും ഒരു സൃഷ്ടിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയി. അല്ലാഹുവിൻ്റെ അപാരമായ സഹായം ഈ ഒരു നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നതിൽ ഒരു സംശയമില്ല. പള്ളി മാത്രമല്ല, 100 ചില്ലാൻ വർഷം പഴക്കമുള്ള പള്ളിക്കുളം പൂർണ്ണമായും പഴയ കല്ലുകളെടുത്ത് മാറ്റി പുതിയ കല്ലുകൾ കാസർഗോഡ് നിന്ന് വരുത്തിച്ച് ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പൂർണ്ണമായി നവീകരിച്ചു. നമ്മുടെ ഒരു അറബ് സഹോദരനും വേറെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പല സഹോദരങ്ങളിൽ നിന്നും അറബ് സഹോദരങ്ങളിൽ നിന്നും അതുകൂടാതെ നമ്മുടെ പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായമായ വലിയ സഹായങ്ങൾ ഈ നാട്ടിലുള്ള ഉമ്മമാർ സ്വർണ്ണം ഒഴിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും മിനിയാന്നും കൂടി കണ്ണിന്ന് വെള്ളം നിറഞ്ഞിട്ട് തന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഒരു പ്രവേശനത്തിന്റെ ഒരു ദിവസം ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. സ്ത്രീകൾക്ക് മാത്രം 2 ദിവസം. ഇനിയുള്ള തലമുറകൾ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. നമ്മുടെ റഫീഖിനെ എപ്പോഴും ഇവിടെ നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ വീട്ടിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശീർവാദങ്ങളും ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. പിന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം പ്ലാസ്റ്റിക് മാലിന്യമൊന്നും കാണുന്നില്ല. ക്ലീൻ കേരള എന്ന് പറയുന്ന ആ ഒരു മെസ്സേജും കൂടി അതിലുണ്ട്. ആരുടെ സേവനങ്ങൾ കുറച്ച് കാണുന്നില്ല. അതെ അതെ, അഭിമാനം നിമിഷമാണ്. ഓക്കെ, താങ്കൾ വരുന്ന പതിനൊരുകാരനാണ് അല്ലേ? അഭിമാനിക്കാം. റയീസ് നെല്ലിയാട്ട് പള്ളൂര് പിന്നെ ഇലക്ട്രിക് പ്ലംബിംഗിന്റെ കച്ചവടക്കാരനാണ്. അതിന്റെ പേര് സുബൈർ പി വി. ആരും വിട്ടുകൊണ്ട് കേട്ടാ, ഇനിയിപ്പോ ആരും വിട്ടുപോയിട്ട് ക്ഷമിക്കണം. നമ്മളെ മത്തിപ്പറമ്പിലെ പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ ചായ വാർന്ന ആളാണ് മിസ്റ്റർ അസീസ്. 11 പള്ളി അസീസ് തന്നെയാണ്. പിന്നെ വിദഗ്ധമായി ബിരിയാണി വെക്കുന്ന ആളാണ്. കൊല്ലന്റെ അടുത്ത യൂസുഫൊക്കെയാണ് നമ്മുടെ ഔദാജിക്കാരന്റെ മകൻ. ഇപ്പൊ 11 മൈൽ എഴുത്തുകാരനാണ്. വേരുകൾ തേടി എന്നുള്ള പുസ്തകത്തിൽ രചയിതാവാണ്. വേരുകൾ തേടി. താങ്കളുടെ വരുന്ന മൂപ്പരെ ഒരു ആരാധകനാണ് മിസ്റ്റർ റഫീഖ് അല്ലേ? ഞാനും വായിച്ചിരുന്നു. നാടിനെ കുറിച്ചുള്ള കുറെ ചരിത്രങ്ങൾ അതിലൂടെ അറിഞ്ഞു. അപ്പോൾ ഔദക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നമ്മളെ വെള്ളാച്ചേരി പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു. വൈലപ്പുടിയ പള്ളിക്ക് സ്ഥലം കൊടുത്ത് അവിടെ ഒരു പള്ളി വന്നതിന്റെ പിന്നിലും അവർ തന്നെയാണ്. അതിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എന്താണ് 2 വാക്കുകൾ പറയാനുള്ളത്? ഓക്കെ ഓക്കെ, അധ്യക്ഷനായി നമ്മൾ വെള്ളാച്ചേരി പള്ളിയുടെ ഖത്തീബാണ്, സദർ ഉസ്താദാണ് നജീബ് ബാക്കവി. സന്തോഷം മുഖത്ത് നിറഞ്ഞേക്കുന്നുണ്ട്. വന്നതിൽ പള്ളിയിലെ ഉദ്ഘാടനം കണ്ടത് താങ്കളെല്ലാം കണ്ടതിന്റെ ഒരു പോരിശയിലെ മുഖത്തുണ്ട്. നമ്മൾ വന്നതിൽ പള്ളിയെ കുറിച്ചിട്ട് മൊട്ടേമൽ റൌഫ് 11 ഇത് ആവശ്യമായിരുന്നു, കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. فإذا العروبة شتتت وتصهينت وتأمركت نأتيك. മിസ്റ്റർ ഷംസുദ്ദീൻ ചെയർമാനാണ്. റഫീഖിന്റെ കൂടെ വലങ്കയ്യായും ഇടങ്കയ്യായും എല്ലാം നിന്ന ആളാണ്. എന്താണ് ഈ പള്ളിയുടെ ഈ ഒരു മാറ്റത്തെക്കുറിച്ച്? കാലഘട്ടത്തിൽ പിന്നെ അതിന് സാക്ഷിയാകാൻ കഴിഞ്ഞു, നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ ചേതോവികാരം? നാടിനൊരു മൈൽ സ്റ്റോൺ ആയി ഇത് മാറണമെന്നാണ് ആഗ്രഹം. ഓക്കെ, മൈൽ സ്റ്റോൺ അല്ലേ? മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഡെഡിക്കേഷൻ 3.5 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം അത് നാട്ടിൽ തുറന്നു കൊടുത്തു. തീർച്ചയായും അതിന്റെ ഫലം സന്തോഷകരമായിട്ട്. CP റോഡ് പൊനത്തിൽ സിറാജു ആണ്. 3.5 വർഷം ഇത് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. വളരെ സന്തോഷം. 11 ചെറുപ്പക്കാരാണ് ഇവിടെ ഉള്ളത്. പള്ളിയുടെ ഈ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് മനം കുളിർന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഈ യുവാക്കളുടെ കാലഘട്ടത്തിൽ വന്നതാണ്. ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയി, എന്നിട്ടും ഇങ്ങനൊരു പള്ളി ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഒരു മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഗ്രേറ്റ് വേർഡ്സ്. حضن المسيح محمدا ودم السماء توقد يتلوك أنت الهدى ولك الفدا
മാഷാ അല്ലാഹ്. ബഷീറിനെയും സിറാജിനെയും പള്ളിയുടെ മുമ്പിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അസ്സലാമു അലൈക്കും. കോഴിക്കോട് നിന്ന് ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഓടി വന്നതാണ്. നാസറാണ് എന്റെ കൂടെ ഉള്ളത്. പന്നന്നൂർ പള്ളിയുടെ മുറ്റത്ത് നിന്ന് സായൂജ്യം അടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ മനോഹരമായ ഒരു പള്ളി നാട്ടിൽ വന്നതിന്റെ സന്തോഷം ആ മുഖത്തുണ്ട്. ഒരു സ്വപ്നസാക്ഷാത്കാരമാണ് ഇന്ന് സാധിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ഒരു അറബി സഹോദരൻ ഒരു വലിയ സംഖ്യ തന്ന് ഞങ്ങളെ സഹായിച്ചതോടുകൂടി ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കാൻ തുടങ്ങി. നാട്ടുകാരും നെടുന്തൂണുകളായ പ്രവാസി സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഈ മനോഹരമായ പള്ളി, ഒരു അറബി ഇതിന്റെ പിന്നിൽ നാട്ടിലേക്ക് ഒരു പള്ളി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്ഥിതി അല്ലേ, അത് ഞാൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ. അതേപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും എല്ലാ ആശീർവാദങ്ങളും ഇതിങ്ങനെ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ.